വികസനമെന്നാൽ റോഡും പാലവും മാത്രമല്ല, ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസന പ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും കിഫ്ബിയുടെ നിർലോഭമായ പിന്തുണ ലഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. കിഫ്ബിയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ അതിവേഗത്തിൽ വികസനത്തിന്റെ പടവുകൾ കയറാൻ സാധിക്കുന്നുവെന്നാണ് മന്ത്രിയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 6000 കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ പദ്ധതികൾക്കായി കിഫ്ബി അനുവദിച്ചത്. ഇതിൽ 2000 കോടി രൂപ വിനിയോഗിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കുന്നതിനാണ്. സർവകലാശാലകളിലും കലാലയങ്ങളിലും ആധുനിക കാലത്തിനനുസൃതമായി ഒട്ടനവധി സംവിധാനങ്ങൾ നടപ്പാക്കാൻ ഇതിലൂടെ സാധിച്ചു. MG സർവകലാശാലയിലെയും കേരള സർവകലാശാലയിലെയും ലബോറട്ടറി സമുച്ചയങ്ങൾ പുതുക്കി പണിഞ്ഞത് ഇതിൽ ഉൾപ്പെടുന്നു. സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾക്കൊള്ളുന്ന അക്കാദമിക് ബ്ലോക്കുകളും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും തയ്യാറായി. കുസാറ്റിലെ സൗകര്യങ്ങൾ ഉയർന്ന നിലവാരത്തിലേക്ക് വർദ്ധിപ്പിക്കുന്നതിനായി 250 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഹോസ്റ്റലുകളും പഠന ഗവേഷണ കേന്ദ്രങ്ങളും പണിയുന്നതിന് 617 കോടി രൂപ അനുവദിച്ചു. കണ്ണൂരിലെ പിണറായിയിൽ എഡ്യൂക്കേഷൻ ഹബ്ബ് നിർമ്മിക്കാൻ 232 കോടി രൂപയും കിഫ്ബി വഴി ചെലവഴിച്ചു. തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി റിസർച്ച് പാർക്ക് നിർമ്മിക്കാൻ വിളപ്പിൽശാലയിൽ 50 ഏക്കർ ഭൂമിയും നിർമ്മാണ ചെലവിന് 203 കോടി രൂപയും കിഫ്ബി വഴി അനുവദിച്ചു. കേരളത്തിലെ 10ഓളം സർവകലാശാലകൾക്ക് ട്രാൻസ്ലേഷണൽ റിസർച്ച് സെന്റർ, സ്റ്റാർട്ടപ്പ് ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ എന്നിവയ്ക്കായി കിഫ്ബി 200 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ റിസർച്ച് ലാബുകൾ വളരെ അടിയന്തരമായി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സാക്ഷാത്കരിക്കേണ്ട പദ്ധതിയാണ്. സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും സ്കിൽ പാർക്കുകൾ രൂപീകരിക്കാൻ 350 കോടി രൂപയും അനുവദിച്ചു. ഇതിനെല്ലാം പുറമെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പ്രൊഫഷണൽ കോളേജ്, പോളിടെക്നിക്, ITI എന്നിവയിലെ സ്കിൽ കോഴ്സുകൾ പരിപോഷിപ്പിക്കുന്നതിനായി 140 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. സർവകലാശാലകളിലെ ഹ്രസ്വകാല കോഴ്സുകൾക്കും ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കുമായി 20 കോടി രൂപയും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുതിപ്പിന് ഗതിവേഗം നൽകുന്ന പ്രവർത്തനങ്ങളാണ് കിഫ്ബിയുടെ സഹായത്തോടെ നടപ്പാക്കി വരുന്നത്.